ഹലോ സുഹൃത്തുക്കളെ, വിൻറ്റേജ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നത് 2026 പുറത്തിറങ്ങിയ ഡാമിയൻ മക്കാർത്തി സംവിധാനം ചെയ്ത ഒരു കിടിലൻ ഹൊറർ സിനിമയുമായിട്ടാണ്. ഇതിൻ്റെ പേര് ഹോക്കും. നമുക്കിനി ഇതിൻ്റെ ഫുൾ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കഥയിലേക്ക് പ്രവേശിക്കാം. കഥ ആരംഭിക്കുന്നത് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിൽ നിന്ന് തന്നെയാണ്. ഓം ബോമാൻ എന്ന ഒരു എഴുത്തുകാരനിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. അതാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ആദം സ്കോട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ ഓം ബോമാൻ ഒരു നോവലിസ്റ്റാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അയാൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ട്രിലോജി ആയിട്ടുള്ള അയാളുടെ ഒരു നോവലിൻ്റെ ക്ലൈമാക്സ്, ദുർഘടം പിടിച്ചൊരു ക്ലൈമാക്സ് അയാൾ തീർത്തുകൊണ്ടിരിക്കുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ആ രംഗം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പാനിഷ് ജേതാവും ഒരു കൊച്ചുകുട്ടിയും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. വെള്ളം ഏതാണ്ട് അവരുടെ കയ്യിൽ പൂർണ്ണമായും തീർന്നു. പെട്ടെന്ന് മണലിലൊരു ചുവന്ന വൃത്തം അവർ കണ്ടെത്തുന്നുണ്ട്. അവർ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്താറായെന്ന് ഈ ജേതാവ് വിചാരിക്കുന്നു. ചുരുട്ടിയ ചുരുൾ അടങ്ങിയൊരു കുപ്പി അയാളത് തകർക്കാൻ ശ്രമിക്കുന്നു. കാരണം ആ കുപ്പിക്കകത്തൊരു ചുരുളുണ്ട്, അതിൻ്റെ അകത്താണ് കറക്റ്റ് മാപ്പ്. ഇത് ഇവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ട മാപ്പ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചെങ്കിലും അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ആ മാപ്പ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കുപ്പി പൊട്ടിക്കാൻ നോക്കിയിട്ടത് പൊട്ടുന്നില്ല. കാരണം അതിന് കട്ടിയുള്ള എന്തെങ്കിലും വലിയ പാറ വല്ലതും വേണം. ആ കുട്ടി ആ മണൽത്തരികളുടെ ഇടയിലൂടെ കല്ല് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. മരുഭൂമിയല്ലേ, എവിടെ കിട്ടാൻ. അവസാനം ജേതാവ് ഒരു വഴി കണ്ടെത്തുവാണ്. മനസ്സാക്ഷിയെ ഞെരുക്കുന്ന ഒരു കണ്ടെത്തലാണ് അയാൾ കണ്ടെത്തുന്നത്. ആ കൊച്ചിനോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ് ആ കുട്ടിയുടെ തലയിൽ ഈ കുപ്പി അടിക്കാൻ തുടങ്ങുന്ന ആ ഭാഗം കൊണ്ട് ആ സീൻ അവിടെ തീർന്ന് ഈ കഥാകൃത്ത് ഒരു കൺഫ്യൂഷനിലായിരിക്കുന്നിടത്താണ് ഈ കഥ എഴുതുന്നത് അവിടെ നിർത്തുന്ന കഥാകൃത്ത് ഓം ബോമൻ എന്ന ക്യാരക്ടർ. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് സിനിമയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങളിലെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഈ കഥാകൃത്ത് ഈ കഥ എങ്ങനെ കൊണ്ടുവന്ന് അവസാനിക്കുമെന്നുള്ളത്. പിന്നെ ഇയാൾ ആ കഥ എഴുതുന്ന മുറിയിൽ നിന്ന് പെട്ടെന്ന് നോക്കാൻ നേരത്ത് ഒരു സ്ത്രീ ആ മുറിയുടെ പടികളിൽ നിൽക്കുന്നതായി അയാൾ കാണുന്നു. അവൻ തൻ്റെ വിളക്കതിലേക്ക് തിരിക്കുന്നു, പക്ഷെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് അയാളുടെ അമ്മയുടെ പ്രേതമായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. വർഷങ്ങൾ മുമ്പ് അയാളുടെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. പിന്നീട് മരിച്ചുപോയ മാതാപിതാക്കളുടെ സാധനങ്ങൾ അടങ്ങുന്ന ഒരു പെട്ടി ഓം പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു തൂക്കും അയർലൻഡിലെ ദ ബിൽവെറി വുഡ്സ് ഹോട്ടലിൽ അവർ ഈ മാതാപിതാക്കൾ സന്ദർശിച്ച ഒരു കാർഡും കിട്ടുവാണ്. അപ്പോൾ അയാളൊരു തീരുമാനത്തിലെത്തുകയാണ്. ഈ മാതാപിതാക്കളുടെ ചിതാഭസ്മം അവർ താമസിച്ച ഹോട്ടലിൻ്റെ പ്രദേശത്തൊരു മരമുണ്ട്. ആ മരത്തോട് ചേർന്ന് ഇയാളുടെ അമ്മ നിൽക്കുന്നൊരു ഫോട്ടോ ഇയാളുടെ കയ്യിലുണ്ട്. അത് ഈ ഹോട്ടലിനോട് ചേർന്നുള്ള ഏതോ ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ ഹോട്ടലിൽ പോയി താമസിച്ച് ആ ഫോട്ടോ എടുത്ത് ആ മരത്തിൻ്റെ അവിടെ പോയി ഈ മാതാപിതാക്കളുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. പിന്നീട് ആ സ്ഥലത്തേക്ക്, ആ ഹോട്ടലിലേക്ക് ഇയാൾ പോവുകയാണ്. ഹോട്ടൽ ജീവനക്കാരിൽ ഉടമയായ കോബ്, മരുമകനും ഫ്രണ്ട് ഡെസ്ക് ക്ലർക്ക് മാൾ, ഗ്രൗണ്ട് സ്കീപ്പർ ഫെർഗൽ, ബാർടെൻഡർ ഫിയോണ, ബെൽഹോപ്പ് ആൽബി എന്നിവരും ഉൾപ്പെടുന്നു. ഓം ഹോട്ടലിൽ എത്തുന്നു. അവിടെ അദ്ദേഹം ഗ്രൗണ്ട് കീപ്പർ ഫെർഗലിനെ കണ്ടുമുട്ടുന്നു. അതിനുള്ളിൽ ഹോട്ടൽ ഉടമ മിസ്റ്റർ കോബ് 2 കൊച്ചുകുട്ടികൾക്ക് കാട്ടിൽ താമസിച്ചിരുന്ന ഒരു മന്ത്രവാദിനിയെക്കുറിച്ചൊരു ഭയാനകമായ കഥ പറയുകയാണ്. മന്ത്രവാദിനി വഴിതെറ്റിയവരെ ഇരയാക്കുകയും യാത്രക്കാരെ മന്ത്രവാദം നടത്തുകയും പിന്നീട് അവരെ പിടികൂടി പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അദ്ദേഹം കുട്ടികളോട് പറയുന്നു. അപരിചിതരോട് സംസാരിക്കരുതെന്ന് കുട്ടികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്ന ഓം അയാളെ അതിൽ തടസ്സപ്പെടുത്തുകയാണ്. കാരണം ഈ കൊച്ചു കുട്ടികളോട് ഇത്രയും ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞ ആ ഹോട്ടൽ അധികൃതനെ ഈ ഓമിന് അങ്ങ് പിടിക്കുന്നില്ല. മാത്രമല്ല, മൊത്തത്തിൽ അവിടെ ചെന്നപ്പോൾ മുതൽ അവിടുത്തെ മൊത്തത്തിലുള്ള എല്ലാവരും ഒരു മട്ടും ഭാവവും അവിടുത്തെ ആംബിയൻസും എല്ലാം കൂടി കണ്ട് ഓമിന് അവിടെ എന്തോ ഒരു അസ്വസ്ഥത തോന്നുകയും ഈ ഹോട്ടൽ ജീവനക്കാരെ മൊത്തത്തിൽ അയാൾക്കൊരു ഇഷ്ടക്കേട് തോന്നുന്നുമുണ്ട്. ബാർടെൻഡർ ഫിയോണ
തൻ്റെ അമ്മ ആ സ്ഥലത്ത് വെച്ചെടുത്ത ഫോട്ടോയുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ. ആ ഒരൊറ്റ കാരണവും പിന്നെ അവളുടെ ഒരു സ്വഭാവവും എല്ലാം അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ഇവർ തമ്മിൽ സൗഹൃദത്തിലാവുന്നുണ്ട്. പിന്നെ അയാൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓം ഇയാളുടെ മാതാപിതാക്കളുടെ ചിതാഭസ്മം പറഞ്ഞ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിമജ്ജനം ചെയ്യുകയാണ്. കാട്ടിലൂടെ തിരികെ നടക്കുമ്പോൾ പെട്ടെന്ന് ജെറി എന്ന ആ കാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു കിളി പോയ ആളെ അവൻ പരിചയപ്പെടുന്നുണ്ട്. അയാളൊരു ആടിനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടാൻ ഇടവരുന്നത്. അപ്പോൾ ഈ ജെറി മൊത്തത്തിലൊരു വ്യത്യസ്തനായിട്ടുള്ള ആളാണ്. കാരണം അയാൾ ഒന്നാമത്തെ കാര്യം, കാട്ടിൽ അയാൾക്കൊരു വാനുണ്ട്. ആ വാനിൻ്റെ അകത്താണ് താമസിക്കുന്നത്. പിന്നെ ഇയാൾ ഫുൾ ടൈം കിളി പോയാണ് നടക്കുന്നത്. എപ്പോഴും ഒരു പാലുണ്ട്, കുപ്പിപ്പാൽ. ആ കുപ്പിപ്പാലിൻ്റെ അകത്ത് ഇയാൾ മാജിക് മഷ്റൂം കലക്കി കുടിച്ച് ഫുൾ ടൈം അയാൾ ഹലൂസിനേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അവരൊരു ചെറിയ സൗഹൃദത്തിലാവുകയും ജെറി പിന്നീട് ആ നാട്ടിലെ നല്ല കട്ടി കൂടിയൊരു വാറ്റുചാരായം ഓമിന് കൊടുക്കുന്നു. ഓമ് അത് കുടിച്ച് ഉന്മാദനായി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. അന്ന് രാത്രി ഹോട്ടലിൽ ഫിയോണയും ആൽബിയും കോബിനോട് പറയുന്നു, ഇവിടെ ഹണിമൂൺ സ്യൂട്ട് എന്ന ഒരു റൂമുണ്ട്, അവിടെ താമസിച്ചവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് കോബ് അതിനുള്ളിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഹലോ, ഫിയോണ പറയുകയാണ് ഓമിനോട്, ഈ മന്ത്രവാദിനി നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ചോക്ക് കൊണ്ട്, വെള്ള ചോക്ക് കൊണ്ട് ഒരു വട്ടത്തിലൊരു വൃത്തം വരയ്ക്കണമെന്ന്. അങ്ങനെ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മന്ത്രവാദിനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെന്നൊക്കെ ഫിയോണ ഓമിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതിനിടെ ആൽബി തൻ്റെ എഴുത്തിലുള്ള വാസന ഓമിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഓമാകട്ടെ അവർ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ആൽബിയെ അയാളൊരു വിവരമില്ലാത്തവനായി കണക്കാക്കി അയാളെ പരിഹസിച്ചു വിടുന്നു. ഓം തിരിച്ച് തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് ഫിയോണ ബാറിൽ ഓമിൻ്റെ ടേപ്പ് റെക്കോർഡർ കണ്ടെത്തുന്നു. റെക്കോർഡർ തിരികെ നൽകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓം തൂങ്ങി മരിച്ചതായി അവൾ കാണുന്നു. ഫിയോണയുടെ ഇടപെടലിലൂടെ ഓം ജീവനോടെ ഒരു ആശുപത്രിയിൽ ഉണരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓക്കെയായി ഓം ആ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഹോട്ടലിലെ ഹലൂവിൻ പാർട്ടിക്ക് ശേഷം ഫിയോണയെ കാണാതായെന്നും ഫിയോണയുടെ തിരോധാനത്തിന് ജെറിയെയാണ് ആൾക്കാരെല്ലാവരും സംശയിക്കുന്നത്. പോലീസ് അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജെറിയെ സംശയിക്കാനുള്ളൊരു കാരണം എന്നാന്ന് വെച്ചാൽ ജെറി അയാളുടെ ഭാര്യയെ കൊന്നതായിരുന്നു. ജെറീനെ പോലീസ് തിരയുകയാണ്. പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഓമിനറിയാം ജെറി എവിടെയുണ്ടെന്ന്. ഇയാൾ ഈ കാട്ടിൽ ജീവിക്കുന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആ കറക്റ്റ് എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്നുള്ളത് ഓമിനറിയാവുന്നതുകൊണ്ട് ഓം ജെറിയെ തിരഞ്ഞ് ആ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ജെറിയെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ നേരത്ത് ജെറി പറയുകയാണ്, ഞാൻ അവളെ കൊന്നിട്ടില്ല, മാത്രമല്ല ഹോട്ടലിൽ ഫിയോണയുടെ പ്രേതത്തെ കണ്ടതായും അയാൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഇയാൾ ഈ കിളി പോയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഒരു കൗതുകത്തിന് ആ ഹോട്ടലിലെ ഹണിമൂൺ സ്യൂട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചായിരുന്നു. അവിടെ വെച്ച് ഫിയോണയുടെ പ്രേതത്തെ കണ്ടുവെന്നാണ് ഓമിനോട് ജെറി പറയുന്നത്. പക്ഷെ ഓം അത് മൊത്തത്തിലത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ ഹണിമൂൺ സ്യൂട്ടിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല കിംവദന്തികൾ പറയുന്നത് കൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് മനസ്സിലാക്കി ഓമും ജെറിയും കൂടി അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ജെറീനെ പൂർണ്ണമായിട്ട് ഓം വിശ്വസിച്ചിട്ടുമില്ല. ഇതിനിടെ ജെറി തൻ്റെ ഭാര്യയെ കൊന്നതായി സമ്മതിക്കുന്നുമുണ്ട്. പക്ഷെ അതിന് കാരണമായിട്ട് അയാൾ പറയുന്നത് അവൾ മാരകമായ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആ അസുഖത്തിൻ്റെ വേദന അവൾ അനുഭവിക്കുന്നത് കണ്ട് സഹിക്കുക വയ്യാതെയാണ് അവൻ അവളെ കൊന്നതെന്നാണ്, അതവളെ രക്ഷിച്ചതാണെന്നുമൊക്കെയാണ് ഇവൻ പറയുന്നത്. എന്തായാലും അവർ ഹോട്ടലിൽ ചെല്ലുന്നു. ഈ സമയം ഹോട്ടൽ സീസൺ പ്രമാണിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഓമും ജെറിയും ഹണിമൂൺ സ്യൂട്ട് പരിശോധിക്കാൻ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ ഫെർഗൽ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ജെറിയുടെ തലക്കിടിച്ച് ബോധരഹിതനാക്കുന്നു. ഓം ഇതെല്ലാം
ഒളിച്ചു നിന്ന് കാണുന്നുമുണ്ട്. ഈ ജെറിയെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഫെർഗൽ അവനെ കാറെ കയറ്റി കൊണ്ടുപോകുന്നു. എന്തായാലും തന്നെ രക്ഷിച്ച ഫിയോണയെ കണ്ടുപിടിക്കാൻ ഓം ഹണിമൂൺ സ്യൂട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓമിൻ്റെ കുട്ടിക്കാലത്തെ മറക്കാൻ ശ്രമിക്കുന്ന പല ഓർമ്മകളും അയാളെ വേട്ടയാടുന്നു. കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഗൺ അറിയാതെ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ വെടികൊണ്ടാണ് അവൻ്റെ അമ്മ മരണപ്പെട്ടത്. ഇതിനിടെ മാൽ യാദൃശികമായി അവിടെ വരുന്നു. ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്നും ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് അയാൾ വാശി പിടിക്കുന്നു. പക്ഷേ ഓം അതിനിടെ അവിടെയുള്ള ഒരു തരം ലിഫ്റ്റ്, അതായത് ഈ ഡം വെയിറ്റർ ഇല്ലേ, വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന ഒരു തരം ലിഫ്റ്റ്, ആ ലിഫ്റ്റ് ആ മുറിക്കകത്ത് കാണുന്നു, ഈ ഹണിമൂൺ സ്യൂട്ട് മുറിയിൽ. അതിന് എന്തോ ഒരു സംശയം തോന്നി. ആ ലിഫ്റ്റ് അയാൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കണ്ട കാഴ്ച കണ്ട് ഓം ഞെട്ടിത്തരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഫിയോണ മരിച്ചിരിക്കുന്നു. ഇത് കണ്ട മാൽ പെട്ടെന്ന് ഓമിനെ അവിടെ തനിച്ചാക്കി അവിടെ നിന്നിറങ്ങി ഓടി. അവിടെ അവനെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഓം ഇതിനിടെ ഫിയോണയുടെ വസ്ത്രത്തിൽ നിന്നും അയാളുടെ റെക്കോർഡർ കണ്ടുകിട്ടുന്നു. അതിൽ അവൾ പറഞ്ഞ റെക്കോർഡ് കേട്ട് ഞെട്ടുന്നു. കാരണം ഫിയോണയെ മാൽ ഗർഭിണിയാക്കിയിരുന്നു. ഇത് മാലിൻ്റെ കുടുംബം അറിയാതിരിക്കാൻ അവളെ ഒരു ഡ്രഗ് ഇൻഫ്യൂസ് ചെയ്ത് ബോധം കെടുത്തി ഇതിൽ ലോക്ക് ചെയ്തതാണ്. പക്ഷെ അവൾ എങ്ങനെയായിരിക്കാം കൊല്ലപ്പെട്ടത്? അത് കണ്ടുപിടിക്കണം. സത്യത്തിൽ ഇവിടെ എന്താണ്? എല്ലാവരും പറയുന്ന പോലെ ഇവിടെ ഒരു മന്ത്രവാദിനി ഉണ്ടോ? ഇതിനിടെ ഫെർഗൽസിൻ്റെ വാനിൽ നിന്നും ജെറി അതിസാഹസികമായി രക്ഷപ്പെടുന്നു. ഓം രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പ്രേതബാധ രൂക്ഷമാകുന്നു. ബേസ്മെൻറ്റിൻ്റെ ഭൂപടത്തിൽ ഒരു ഫയർ എസ്കേപ്പ് കണ്ടെത്തിയ ഓം ഡം വെയിറ്റർ വഴി താഴേക്കിറങ്ങുന്നു. അവൻ അവിടെ വെച്ച് ആ മന്ത്രവാദിനെ കണ്ടുമുട്ടുന്നു. ആ മന്ത്രവാദിനിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു സംരക്ഷണ വൃത്തം ഉപയോഗിച്ച് അവളെ തടയുകയും ചെയ്യുന്നു. മാൽ തൻ്റെ കള്ളത്തരങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഓമിനെ കൊല്ലാൻ ഹോട്ടലിൽ എത്തിച്ചേരുന്നു. അതേ സമയത്ത് തന്നെ ഓമിനെ ഹണിമൂൺ സ്യൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജെറിയും എത്തിച്ചേരുന്നു. ഓം അവിടെ ഇല്ല എന്ന് വെച്ച് ജെറി തിരിച്ചു പോവുകയാണ്. അങ്ങനെ മാൽ അയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഹണിമൂൺ സ്യൂട്ടിലെ സ്യൂട്ട് ബെൽ അടിക്കുന്നുണ്ട് ഓം. പക്ഷേ ജെറി അത് കേൾക്കുന്നില്ല. മാൽ ആശ്വസിക്കുന്നു. പക്ഷേ ജെറി എന്തോ സംശയം തോന്നി തിരിച്ചു വരുന്നു. ഓം ബെല്ലടിക്കുന്നത് കേൾക്കുന്നു. ജെറി ഒരു കോടാലി എടുത്ത് ഹണിമൂൺ സ്യൂട്ടിലേക്ക് പോകുന്നു. അതേസമയം മാൽ കെട്ടിടത്തിന് തീയിടുന്നു. ഓമിനെ മോചിപ്പിച്ചുകൊണ്ട് ജെറി വാതിൽ തകർത്ത് താഴേക്ക് പോകുന്നു. പക്ഷേ മാൽ ഹണിമൂൺ സ്യൂട്ടിലേക്ക് എത്തുകയും ജെറിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു.
ഓം ജെറിയുടെ ശരീരത്തിൽ നിന്ന് ലിഫ്റ്റിൻ്റെ താക്കോലെടുത്ത് ബേസ്മെൻറ്റിലേക്ക് തിരികെ പോകുന്നു. മാൽ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് അറിയുന്നത് എലിവേറ്ററിൻ്റെ കീ ഓം എടുത്തുകൊണ്ട് പോയെന്ന്. അങ്ങനെ അയാളെ തിരിഞ്ഞ് ഓമിൻ്റെ അടുക്കിലേക്ക് ആ ബേസ്മെൻറ്റിലേക്ക് മാലും പോവുകയാണ്. ബേസ്മെൻറ്റിൽ ചെല്ലുന്ന മാൽ ആ മന്ത്രവാദിനിയെ നേരിടേണ്ടി വരുന്നു. അത് ഓം അവനെ അങ്ങ് ഇട്ട് കൊടുത്തതാണ്. മന്ത്രവാദിനി അവനെ ബന്ദിയാക്കി പാതാളത്തിലേക്ക് നയിക്കുന്നു. മന്ത്രവാദിയിൽ നിന്ന് രക്ഷ നേടാൻ ഓം ഒരു വൃത്തം വരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അവൾ ബന്ദിയാക്കുന്നു. ഈ സമയം ഓം ഒരു അബോധാവസ്ഥയിലാവുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ അമ്മ അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. അത്രയും നാളും കുറ്റബോധത്തിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ കയ്യബദ്ധം കൊണ്ടാണ് അമ്മ മരിച്ചുപോയത്. പക്ഷെ അമ്മ അവൻ്റെ അടുക്കലേക്ക് പറയുന്നു, മോനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഇനി ഈ കുറ്റബോധത്തിൽ ജീവിക്കണ്ട, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതോടുകൂടി ആ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ഊർജം ഓമിന് വന്ന് ഓം അപ്പോൾ മനസ്സിലാക്കുകയാണ്, അന്ന് ഫിയോണ ആത്മഹത്യ ചെയ്തതിൻ്റെ ഇടയിൽ ഈ ഓമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു നൈഫ് ഉപയോഗിച്ചിരുന്നു. അത് ഇവൻ്റെ സ്യൂട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ടൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഈ മന്ത്രവാദിനി ഇവനെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ലോക്കിൻ്റെ ചെങ്ങല ഇവൻ പൊട്ടിക്കുകയാണ്. ഹോട്ടൽ കത്തുമ്പോൾ ഓമിൻ്റെ അമ്മയുടെ പ്രേതം തന്നെ വിളിക്കുന്നത് ഫെർഗൽ കേട്ടതിനെ തുടർന്ന് ഓമിനെ അയാൾ പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സീനാണ്. അങ്ങനെ ഈ സംഭവത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അയാൾ ഹോസ്പിറ്റലിലാണ്. അവിടെ വെച്ച് ആൽബി ഓമിനോട് പറയുകയാണ്, ഫിയോണയുടെയും ജെറിയുടെയും ബോഡി കണ്ടുകിട്ടിയിരിക്കുന്നു, പക്ഷേ മാൽ മിസ്സിംഗ് ആണ്. ഇതിനിടെ ആൽബി ഒരു കുറ്റസമ്മതം നടത്തുന്നു. അന്ന് താൻ ആ ഹണിമൂൺ സ്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഫിയോണയുടെ കൂടെ നിന്ന് സാറിനോട് പറഞ്ഞപ്പോൾ സാറിനെ അത്രയധികം പരിഹസിച്ചതിൻ്റെ ദേഷ്യത്തിൽ സാററിയാതെ സാറ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ലിക്കറിൽ ജെറി എനിക്ക് തന്ന മാജിക് മഷ്റൂം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഓം ചിന്തിക്കുകയാണ്, അതായത് കുറേ നാളുകൾ മുമ്പ് ആദ്യമായി ജെറിയെ കണ്ട ആ നിമിഷം ജെറി ഓമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മാജിക് മഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും, സാധാരണ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് റിയലായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതെല്ലാം ഈ നേച്ചറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ അത് നമുക്ക് റിയലായിട്ട് കാണാൻ പറ്റും എന്നയാൾ പറഞ്ഞ ആ കാര്യം ഓം ആ നിമിഷം ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ ഇതെല്ലാം സത്യത്തിൽ നടന്നതാണോ അതോ ഇതെല്ലാം എൻ്റെ തോന്നലുകളാണോ? പെട്ടെന്ന് തന്നെ ഓം തൻ്റെ കൈകളിലേക്ക് നോക്കാൻ നേരത്ത് ഉറപ്പ് വരുത്തുന്നു. കാരണം ആ മന്ത്രവാദിനി അവനെ ബന്ദിയാക്കിയ ആ ചെങ്ങലയുടെ പാടുകൾ അപ്പോഴും അവൻ്റെ കൈകളിൽ നിന്ന് മാഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി, ഇതൊന്നും വെറും തോന്നലുകളല്ല, ഇതൊക്കെ ശരിക്കും സംഭവിച്ച കാര്യങ്ങളാണെന്ന്. പെട്ടെന്ന് അവിടെ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ് അവൻ്റെ ജീവിതത്തിൽ. അത്രയും നാളും അവൻ ഫുൾ സ്റ്റോപ്പിൽ വെച്ചിരുന്ന അവൻ്റെ ആ കഥയുടെ ക്ലൈമാക്സ് അവിടെ രൂപപ്പെടുകയാണ്. പിന്നെ നമ്മൾ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ കണ്ട ആ ക്ലൈമാക്സിൻ്റെ എൻഡിങ് ആണ്. അതായത് ആ സ്പാനിഷ് ജേതാവ് അയാൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആ പിഞ്ചു കുഞ്ഞിനെ അവിടെ ബലിയാടാക്കി രക്ഷപ്പെടാനായിരുന്നു അയാൾ തീരുമാനിച്ചതെന്നാണ് ഇവൻ ആദ്യമേ കഥയിൽ എഴുതിയത്. പക്ഷേ അവൻ ആ നിമിഷം ആ കഥയ്ക്കകത്ത് മാറ്റം വരുത്തുകയാണ്. ഇവൻ ആ കുപ്പി ആ പയ്യൻ്റെ കൊടുത്തിട്ട് പറയുകയാണ്, നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, നീ ഒരു പിഞ്ചു കുഞ്ഞല്ലേ, നീ എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് ഈ മാപ്പ് കൊണ്ട് നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഇവൻ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആ പയ്യൻ ആ കുപ്പി വാങ്ങിച്ച് എന്ത് ചെയ്യും എന്നറിയാതെ, എന്നാൽ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ആ സീനങ്ങ് പോവുകയാണ്. പെട്ടെന്ന് അവൻ ആ കൈ കൊണ്ട് കുപ്പി പൊക്കുന്നു, വീശാൻ തുടങ്ങുന്നു. പെട്ടെന്ന്
സീൻ മാറുകയാണ്. ഈ പയ്യൻ കുപ്പിയെടുത്ത് ദൂരെ കളഞ്ഞ് ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്നിടത്ത് ആ ക്ലൈമാക്സ് തീരുവാണ്. ആ ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയുടെയും ക്ലൈമാക്സ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സിനിമയാണ് ഹോക്കും. കാരണം തുടക്കത്തിൽ കാണിക്കുന്ന ആ സീനിന് വരെ കൃത്യമായിട്ടുള്ള അർത്ഥതലങ്ങൾ കൊടുത്ത് ഓരോ സീനും കൈകാര്യം ചെയ്തിരിക്കുന്നതാണേലും അതുപോലെ തന്നെ ഹൊറർ ആണേലും അത്യാവശ്യം ഭയങ്കരമായിട്ട് പേടിച്ച് വിറയ്ക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാത്രിയിലൊക്കെ കാണുവാണെങ്കിൽ അത്യാവശ്യം പേടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല ഒരു കഥയുമാണ്. ഈ ഹോട്ടൽ മുറികളിൽ പ്രേതബാധയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ മുമ്പും ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഉൾപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വരാൻ അതെനിക്കൊരു പ്രചോദനമായിരിക്കും. വിൻറ്റേജ് സൂമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.